സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തരംഗമില്ല എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതോടെ ഇരു മുന്നണികളും വലിയ തരത്തിലുള്ള പ്രതീക്ഷയിലുമാണ്. എന്നാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ജില്ലകൾ 5 എണ്ണമാണ്. ഗതി നിർണായകമായ 5 ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആ 5 ജില്ലകളിലൂടെയുള്ള വാർത്താ സഞ്ചാരമാണ് ഇനി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേക ഇലക്ഷൻ ഷോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഈ 5 ജില്ലകളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 5 പേരാണ് എനിക്കൊപ്പം ഉള്ളത്. അങ്ങേയറ്റം മുതൽ ഓരോ ആളുകളെ നമുക്ക് പരിചയപ്പെടാം. ER രാഗേഷ് ഉണ്ട്, ലിജോ വർഗീസ് ഉണ്ട്, ആസിഫ് ഉണ്ട്, സുജിത് ചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ ആൽവിനുണ്ട്. അപ്പോൾ 5 ജില്ലകൾ ഏതൊക്കെയാണ്? ശരിക്കും യഥാർത്ഥത്തിൽ നാളെ ഈ ഒരു വിധി വരാനിരിക്കുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന നിർണായകമായിട്ടുള്ള 5 ജില്ലകൾ. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ തെക്കുനിന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, പിന്നെ കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്. ഈ 5 ജില്ലകളിൽ എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ വോട്ടൊഴുക്കൊക്കെ എങ്ങോട്ടാണ് എന്നതനുസരിച്ചിരിക്കും സംസ്ഥാന ഭരണം ആര് പിടിക്കും എന്ന് തീരുമാനിക്കാനായി. അപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ഈ 5 ജില്ലകൾ പൊതുവായിട്ട് ഈ 5 ജില്ലകളാണ് ശരിക്കും നമ്മൾ പറയുന്നത്. 14 ജില്ലകളുണ്ട്, 140 മണ്ഡലങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ചില മണ്ഡലങ്ങൾ, ചില ജില്ലകളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത്. അപ്പോൾ സുജിത് ചന്ദ്രനോട് ആദ്യം തന്നെ ചോദിക്കാം, ഈ 5 ജില്ലകൾ എത്രമാത്രം പ്രധാനമാണ്, നിർണായകമാണ്? തീർച്ചയായിട്ടും സ്വാതി അതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 5 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പിന്നെ അതിനുശേഷം തൃശ്ശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഈ 5 ജില്ലകളാണ് പ്രത്യേകമായി നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വോട്ടും കട്ടണം പരിപാടിയിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇതിൽ ഒട്ടുമിക്ക ജില്ലകളിലെയും ഒട്ടുമിക്ക മണ്ഡലങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രവചനങ്ങൾക്കോ അല്ലെങ്കിൽ അനുമാനങ്ങൾക്കോ പ്രസക്തിയില്ല. നാളെ രാവിലെ 8 മണിക്ക് ഇത് പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളും അവരവരുടെ അനുമാനങ്ങളും നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് 14 മണ്ഡലം, പിന്നെ അപ്പുറത്ത് അങ്ങനെ കൊല്ലത്തേക്ക് വന്നാൽ 8 അല്ലേ, 8, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 60 മണ്ഡലമുണ്ട്. ഇപ്പോൾ മൊത്തം 60 മണ്ഡലമുണ്ട് ഈ 5 ജില്ലയിൽ. ഈ 60 മണ്ഡലത്തിൽ ആരായിരിക്കും ഏതാണ്ട് കേവല ഭൂരിപക്ഷം വരിക എന്നുള്ളത് ഏതാണ്ടൊരു ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കും. ആ മുന്നണിയായിരിക്കും മിക്കവാറും ജയിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മലപ്പുറത്തെ മാത്രം എടുത്ത് നിർത്തിയിട്ട് വലിയ കാര്യമില്ല. അവിടെ LDF പോലും പൊന്നാനി ഒരുപക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതല്ലാതെ ബാക്കി ഒരു മണ്ഡലവും അവിടെ LDF പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ ഓരോ മണ്ഡലം, തൃശ്ശൂർ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. തൃശ്ശൂർ ഭൂരിപക്ഷം മണ്ഡലങ്ങൾ സ്വാഭാവികമായിട്ടും LDFൻ്റെ കുറച്ച് അടിത്തറകളുണ്ട്, അവിടെയാണ് ജയിക്കുന്നത്. പക്ഷേ ഈ മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാൻ വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ LDFന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ പോലും കൊല്ലവും തിരുവനന്തപുരവും ഒക്കെ, തിരുവനന്തപുരത്തെ കോളം, കൊല്ലത്തെ മുഴുവൻ ഇങ്ങനെയൊക്കെ ജയിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ മാറ്റം ഉണ്ടാവും. നമ്മളൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി വന്നാൽ ഈ 60-ൽ അല്ലേ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഒരു 30-ന് മേലെ ആരാണ് പിടിക്കുന്നത്, അവർ കേരളം ഭരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയം. നമ്മൾ ആദ്യം തലസ്ഥാന ജില്ലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ തലസ്ഥാനം പിടിച്ചാൽ സംസ്ഥാനം പിടിക്കാമെന്നുള്ള ഒരു പഴമൊഴി പോലെ നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ടോ രാഗേഷ്? അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF എപ്പോഴൊക്കെ അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ടോ UDF ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കെടുക്കുകയാണ് UDF ഭരിച്ചത് 2011-ലാണല്ലോ. അന്ന് 14-ൽ 8 സീറ്റ് UDF ആണ് ജയിച്ചത്. LDF 6 സീറ്റിലാണ് വിജയിച്ചത്. 72 സീറ്റിന് അന്ന് UDF അധികാരം പിടിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോൾ 2016-ഉം 2021-ലും ഒരു കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് എന്ന് പറയാം. കാരണം ഒരു കോവളത്ത് മാത്രമാണ് UDF ജയിച്ചത്. 2011-ലേക്ക് പോവുകയാണെങ്കിൽ 9-1-4 എന്നിങ്ങനെയായിരുന്നു കണക്ക്. UDF കുറച്ചുകൂടി അരുവിക്കര വിജയിച്ചു, ഒപ്പം തന്നെ കോവളത്ത് വിജയിച്ചു, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വിജയിച്ചു, ഒരു മണ്ഡലം കൂടി അന്ന് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ 4 മണ്ഡലങ്ങളാണ് UDFന് ലഭിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ വലിയ പരാജയം, 99-ലേക്ക് LDF പോകുന്നത് തലസ്ഥാന ജില്ല നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാന ജില്ല ആര് പിടിക്കുന്നോ അവർ വിജയിക്കുമെന്ന് പറയുന്നത്. മാത്രവുമല്ല, സർക്കാർ ജീവനക്കാർ ഉള്ള ഒരു ജില്ല കൂടിയാണ് തലസ്ഥാന ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിനെതിരായ വികാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. അപ്പോൾ സർക്കാർ ജീവനക്കാർ എങ്ങനെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ മിഡിൽ ക്ലാസിൻ്റെയൊക്കെ മനസ്സ് പൊതുവെ തിരുവനന്തപുരത്തെ വോട്ടിംഗ് പാറ്റേണിൽ അറിയാം. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ല ആര് പിടിക്കുന്നു, ഇത്തവണയും അതിൽ സംശയമൊന്നുമില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഒരു 8 സീറ്റിൽ താഴെ LDF പോവുകയാണെങ്കിൽ LDFന് 70 സീറ്റും മറികടക്കുക പ്രയാസമായിരിക്കും. UDFൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 1 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. UDFന് അത്